ആത്മീയ പരിവേക്ഷത്തോടെ ജഡത്തിൻ്റെ പ്രവൃത്തി ചെയ്യുന്നതാണ് മനുഷ്യൻ്റെ എന്നത്തെയും പ്രശ്നം. അതെങ്ങനെ പരിഹരിക്കാം? ബൈബിളിൽ വളരെയേറെ പ്രാവശ്യം ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദമാകുന്നു ജഡം എന്നുള്ളത്. ഇത് ശരീരം എന്ന അർത്ഥത്തിലും ഉപയോഗിച്ചിട്ടുള്ളതിനാൽ പലരും ഇത് തെറ്റിദ്ധരിക്കാറുണ്ട്. ജഡം എന്നാൽ പാപത്തിൽ നിന്നും മോചനം പ്രാപിക്കാത്ത നമ്മുടെ മനുഷ്യൻ എന്നതുപോലെ തന്നെ നമ്മിലെ എല്ലാ മാനുഷിക പരിശ്രമങ്ങളും കൂടിയാകുന്നു. ഉദാഹരണം, മനഃശാസ്ത്രം തന്നെ എടുത്താട്ടെ. മനഃശാസ്ത്രം മനുഷ്യൻ്റെ പ്രശ്നങ്ങൾക്ക് മനുഷ്യൻ്റെ ഉത്തരമത്രേ. മനുഷ്യൻ്റെ എല്ലാ ആത്മീയ പ്രശ്നങ്ങൾക്കും മനുഷ്യൻ നിർദ്ദേശിക്കുന്ന ലൗകിക പ്രതിവിധികൾ ജഡത്തിൻ്റെ കണ്ടുപിടുത്തങ്ങൾ മാത്രമാണ്. അഭിലാഷങ്ങളെ ഒരിക്കലും നന്മയ്ക്കായി ജഡത്താൽ തന്നെ നിയന്ത്രിക്കുവാൻ നമുക്ക് സാധ്യമല്ല. വേറൊരു വിധത്തിൽ ജഡമെന്നാൽ ദൈവത്തിൽ നിന്നും വേർപെട്ട ബലഹീനമായ, നിസ്സഹായമായ, പാപമയമായ മനുഷ്യ പരിശ്രമങ്ങളത്രേ. വിശുദ്ധ പൗലോസ് പറയുന്നു, ജഡാഭിലാഷം ആത്മാവിന് വിരോധമാണ് എന്ന്. മാത്രമല്ല, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നു എങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരല്ല എന്നും പൗലോസ് പറയുന്നു. ഇവിടെ ജഡത്തെ ന്യായപ്രമാണത്തോട് ഉപമിക്കുന്നു. പ്രമാണങ്ങൾ എന്നാൽ തന്നെ നിയന്ത്രിച്ച് നിർത്താൻ മനുഷ്യന് നൽകിയിട്ടുള്ള മനുഷ്യനിർമ്മിതങ്ങളായ ചട്ടങ്ങളാകുന്നുവല്ലോ. കുറേ നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ച് ജീവിച്ചെന്നാൽ ഒരു പൂർണ്ണ വ്യക്തിയാകും എന്ന ചിന്ത, പിന്നെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ജീവിക്കാം എന്ന തെറ്റായ ചിന്ത. എന്നാൽ അത് സാധ്യമല്ല എന്ന് സത്യസന്ധരായ ഏതൊരു മനുഷ്യനും മനസ്സിലാക്കും. നാം ആത്മാവിനെ അനുസരിച്ച് ന്യായപ്രമാണത്തിൻ്റെ കീഴിലല്ല, അതായത് മനുഷ്യ പരിശ്രമങ്ങൾക്ക് കീഴിലല്ല എന്ന് ഉറപ്പാക്കണം. മനുഷ്യൻ വയ്ക്കുന്ന പ്രതിവിധികൾ, അവൻ്റെ ജ്ഞാനം, അവൻ്റെ കാര്യപരിപാടികൾ, അവൻ്റെ സമീപനം, പ്രവർത്തനങ്ങൾ, സമ്പ്രദായങ്ങൾ എല്ലാം ജഡത്തെ പോഷിപ്പിക്കുവാൻ മാത്രമാണ്. പ്രവൃത്തികൾ ഭയാനകങ്ങളാണ്. മനുഷ്യൻ്റെ സകല പ്രശ്നങ്ങൾക്കും കാരണവും അവൻ്റെ ഈ ജഡത്തിലൂടെയുള്ള പ്രവൃത്തികളാണ്. ഗലാത്യലേഖനം 5-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ നാം കാണുന്നത്, ആത്മാവിൽ നടന്നാൽ ജഡത്തിൻ്റെ അഭിലാഷങ്ങളെ പരാജയപ്പെടുത്താം എന്നത്രേ. അങ്ങനെ വിജയകരമായി ജീവിക്കുന്നതാണ് വിശുദ്ധി എന്ന് പറയുന്നത്. വിശുദ്ധീകരണം എന്നാൽ ക്രിസ്തുവിൻ്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടുക, ആത്മാവിൻ്റെ ഫലം നിറയുക എന്നൊക്കെയാണ്. നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ എവിടെയെങ്കിലും എത്തണമെങ്കിൽ, അവനെ പ്രസാദിപ്പിക്കണമെന്നുണ്ടെങ്കിൽ പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടണം. അത് നമ്മിൽ ഇല്ലാത്ത ഒരു ശക്തി നമ്മിൽ അതിനായിട്ടുണ്ടാകണം. അതാണ് പരിശുദ്ധാത്മ ശക്തി എന്ന് പറയുന്നത്. ഗലാത്യലേഖനം 6-ാം അധ്യായത്തിലേക്ക് നാം ഇന്ന് വരികയാണ്. 5 അധ്യായങ്ങൾ നാം പഠിച്ചു കഴിഞ്ഞു. ഉന്നതങ്ങളായ പഠനം, ചിന്തകൾ അല്ലേ. 6-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 2 വാക്യങ്ങൾ നമുക്ക് നോക്കാം. അതിനുള്ള സമയമേ ഉള്ളൂ. എടുത്താട്ട് ഗലാത്യലേഖനം 6-ാം അധ്യായം. ഗലാത്യലേഖനം 6-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. സഹോദരന്മാരെ, ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയെങ്കിൽ ആത്മികരായ നിങ്ങൾ അങ്ങനെയുള്ളവനെ സൗമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തുവിൻ. നീയും പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുക. ഈ വാക്യത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന മനുഷ്യൻ ആരാണ്? അതെ, ഇത് പൊതുവായിട്ടുള്ളൊരു പ്രയോഗമാണ്. ഒരു വിശ്വാസിയായ ഏതൊരു പുരുഷനെയോ സ്ത്രീയോ സൂചിപ്പിക്കുവാൻ വേണ്ടി ഇങ്ങനെ പറഞ്ഞിരിക്കുന്നതാണ്. തെറ്റ് എന്നുള്ളത് വീണുപോകുക എന്ന അർത്ഥത്തിലാണ്. ഇടറുക എന്നുമാകാം. അതൊരു ഹീനമായ പാപമാകണം എന്നുമില്ല. ഒരു തെറ്റ് എന്ന് പറയാം. ജാഗ്രതയില്ലായ്മ കൊണ്ട് പറ്റിയ ഒരു അബദ്ധം. ഇനിയും ഈ പറഞ്ഞതുപോലെ തെറ്റിലകപ്പെട്ട ഒരു വ്യക്തിയോട് എന്താണ് ചെയ്യേണ്ടത്? ആത്മികരായ നിങ്ങൾ, തങ്ങൾ ആത്മികരെന്ന് സ്വയം ചിന്തിക്കുന്ന പലരും അതിനെ വ്യാഖ്യാനിക്കുന്നത് അങ്ങനെ ഒരുത്തൻ ഒരു തെറ്റ് ചെയ്തെന്നാൽ ഒരു മടൽ വെട്ടി അവൻ്റെ തലയ്ക്കടിക്കണമെന്നാണ്. അങ്ങനെ ഒരുവനെ യഥാസ്ഥാനപ്പെടുത്തുവാൻ ആഗ്രഹിക്കാത്തതിനാൽ ഒരു വലിയ അപകടമുണ്ട്. നാം സാധാരണ അങ്ങനെയുള്ള ആളുകളെ വിമർശിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യാറുണ്ടല്ലേ. അങ്ങനെ ഒരുവനെ കുത്തിയായിരിക്കും പിന്നെ ആരാധനയിലെ പ്രസംഗങ്ങളും പ്രാർത്ഥനകളും സാക്ഷ്യങ്ങൾ പോലും.
നേരിട്ട് ആളിനോട് സംസാരിക്കില്ല. അവിടെയും ഇവിടെയും പറഞ്ഞു പരത്തും. ഒരു വ്യക്തിയുടെ താങ്കൾക്കറിയാവുന്ന തെറ്റ് അത് ചെയ്ത വ്യക്തിയോട് ചോദിച്ച് അവനെ യഥാസ്ഥാനപ്പെടുത്തുന്നില്ല എങ്കിൽ മറ്റാരോടും പറയുവാൻ, ആ തെറ്റ് മറ്റാരോടും പങ്കിടുവാൻ താങ്കൾക്ക് അവകാശമില്ല. അഥവാ പറഞ്ഞാൽ അത് താങ്കളുടെ ഭാഗത്തെ തെറ്റാണ്. താങ്കൾ ഭാരത്തോടുകൂടെ പ്രാർത്ഥിക്കാത്ത ഒരു വ്യക്തിയെ തിരുത്തുവാൻ എന്തവകാശമാണ് താങ്കൾക്കുള്ളത്? ഒരു കാര്യം വ്യക്തമാണ്, ഒരു വിശ്വാസി പാപം ചെയ്തു എന്നതിനാൽ അയാളുടെ രക്ഷ നഷ്ടപ്പെടുന്നില്ല. അങ്ങനെ നഷ്ടപ്പെടുമായിരുന്നെങ്കിൽ നമ്മിൽ ആർക്കും അത് പ്രാപിക്കുവാൻ കഴിയില്ലല്ലോ. ഒരു വിശ്വാസി ഏതെങ്കിലും തെറ്റിൽ അകപ്പെട്ടെന്നാൽ ആത്മികനായ ഒരു വിശ്വാസി അങ്ങനെ തെറ്റിൽ വീണ മനുഷ്യനെ സൗമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തണം. സൗമ്യത ആത്മാവിൻ്റെ ഫലത്തിൽ ഒന്നാകുന്നു എന്നോർക്കണം. തെറ്റിന് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന അതേ ഗ്രീക്ക് പദമാണ് കർത്താവായ യേശു ഗത്സമനയിൽ വീണ് കിടന്ന് പ്രാർത്ഥിച്ചു എന്നതിന് മത്തായിയുടെ സുവിശേഷം 26 അധ്യായത്തിൻ്റെ 39 വാക്യത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം തട്ടുക, തട്ടി വീഴുക എന്നൊക്കെയാണ്. ഒരു മനുഷ്യൻ ഏതെങ്കിലും തെറ്റിലകപ്പെട്ടാൽ അവൻ തട്ടി വീഴുകയാണ്. അവനൊരു ചെറിയ പാപമോ ഭയങ്കരമായ അബദ്ധമോ കാണിച്ചു എന്ന് വന്നേക്കാം. പ്രവചനങ്ങളിൽ യേശുവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന അതിമഹത്തായ കാര്യങ്ങളിൽ ഒന്ന് നാം വായിക്കുന്നത് യെശയ്യാപ്രവചനം 63 അധ്യായത്തിൻ്റെ 9 വാക്യത്തിലാകുന്നു. അവിടെ നാം കാണുന്നത്, അവരുടെ കഷ്ടതയിലൊക്കെയും അവൻ കഷ്ടപ്പെട്ടു, അവൻ്റെ സമ്മുഖ ദൂതൻ അവരെ രക്ഷിച്ചു, തൻ്റെ സ്നേഹത്തിലും കനിവിലും അവൻ അവരെ വീണ്ടെടുത്തു. പുരാതന കാലത്തൊക്കെയും അവൻ അവരെ ചുമന്നുകൊണ്ട് നടന്നു. വിശ്വസനീയമായ കയ്യെഴുത്ത് പ്രതികളിൽ ഒന്നിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അവരുടെ വീഴ്ചയിൽ ഒക്കെയും അവൻ വീണില്ല എന്നത്രേ. എനിക്കത് വളരെയേറെ ഇഷ്ടപ്പെട്ടു. യേശു കർത്താവ് ജീവിതത്തിൽ എന്നോടുകൂടെ ഇരിക്കുന്നവനാണ്. ഞാൻ തട്ടി വീഴുമ്പോൾ അവൻ വീഴുന്നില്ല, അവന് താഴ്ച സംഭവിക്കുന്നില്ല. അവിടുന്ന് എൻ്റെ അടുത്ത് നിൽക്കുന്നു. അവിടുന്ന് എന്നെ കൈക്ക് പിടിച്ചെഴുന്നേൽപ്പിക്കുന്നു. പൊടിയെല്ലാം തട്ടിക്കുടഞ്ഞു കളഞ്ഞിട്ട് എന്നോട് വീണ്ടും ആരംഭിക്കുവാൻ ആവശ്യപ്പെടുന്നു. എൻ്റെ വീഴ്ചയിൽ വീഴാത്ത ഒരുവൻ എൻ്റെ അടുത്തുണ്ട് എന്നുള്ളത് എത്ര ആശ്വാസകരമായ ഒരു കാര്യമാണില്ലേ? എന്നോടൊപ്പം വീഴുന്ന ഒരുവനായിരുന്നുവെങ്കിൽ പിന്നെ എന്താണ് പ്രയോജനം? യഥാസ്ഥാനപ്പെടുക എന്നുള്ളതിന് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദത്തിൻ്റെ അർത്ഥം ഒടിഞ്ഞ ഒരസ്ഥി നേരെയാക്കുക എന്നത്രേ. ഒരു വ്യക്തി മറിഞ്ഞു വീണ് തൻ്റെ കാലൊടിച്ചാൽ നാം എന്തു ചെയ്യും? അവനെ കണ്ടില്ലാത്തതുപോലെ നടന്ന് അകന്നവനെ ആ വേദനയിൽ ഉപേക്ഷിക്കുമോ? ദൈവം പറയുന്നത്, ആത്മീകരായ നിങ്ങൾ ആ ഒടിഞ്ഞ അസ്ഥിയെ നേരെയാക്കണം. അവൻ്റെ കാലിൽ ഊന്നി നിൽക്കുവാൻ നിങ്ങൾ അവനെ സഹായിക്കണം. അത് സൗമ്യതയുടെ ആത്മാവിൽ വേണം ചെയ്യേണ്ടത്. വലിയ മദ്യപാനിയായിരുന്ന ഒരു മനുഷ്യൻ രക്ഷിക്കപ്പെട്ട് പൂർണ്ണസമയ സുവിശേഷ വേലയിൽ ആയതിനെക്കുറിച്ച് ഞാൻ കേൾക്കുകയുണ്ടായി. അവൻ ഭാരിച്ച ഉത്തരവാദിത്തങ്ങളുള്ള ഒരു സഭയുടെ സഭാ ശുശ്രൂഷകനായി. അവൻ്റെ ഉത്തരവാദിത്തങ്ങൾ വളരെയേറെ സംഘർഷം നൽകുന്നതായിരുന്നു. ഒരു രാത്രി അദ്ദേഹം വീണ്ടും മദ്യപിച്ച് കഴിഞ്ഞ് അദ്ദേഹം ആകെ ലജ്ജിതനായി, ആകെ നിരാശിതനായി. പിറ്റേ ദിവസം തൻ്റെ കമ്മിറ്റിക്കാരെ വിളിച്ചുകൂട്ടി. എന്നിട്ട് താൻ തൻ്റെ ജോലിയിൽ നിന്നും രാജിവെക്കുന്നു എന്ന് പറഞ്ഞ് അതിനുള്ള കത്ത് അവർക്ക് നൽകി. അദ്ദേഹം അവരോട് പറഞ്ഞു, ഞാൻ ഈ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും രാജിവെക്കുവാൻ ആഗ്രഹിക്കുന്നു. ഒന്നും മനസ്സിലാകാതെ കമ്മിറ്റിക്കാർ മുഴുവൻ ആശ്ചര്യഭരിതരായി. അവർ അദ്ദേഹത്തോട് കാര്യം ചോദിച്ചു. അദ്ദേഹം എല്ലാം തുറന്നു പറഞ്ഞു. കഴിഞ്ഞ രാത്രി ഞാൻ വീണ്ടും മദ്യപിച്ചു. ഒരു ശുശ്രൂഷകൻ ഒരിക്കലും മദ്യപിക്കുവാൻ പാടില്ല, അതുകൊണ്ട് ഞാൻ രാജിവെക്കുകയാണ്. അദ്ദേഹം ആകെ ലജ്ജിതനായിരുന്നു എന്നുള്ളത് വ്യക്തമായിരുന്നു. ആ അനുഗ്രഹീതരായ കമ്മിറ്റിക്കാർ ചെയ്തതെന്താണെന്നറിയാമോ? അവർ അവരുടെ കരങ്ങൾ ആ ശുശ്രൂഷകൻ്റെ തോളിലിട്ടു. എന്നിട്ട് പറഞ്ഞു, നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. അദ്ദേഹത്തിൻ്റെ രാജി അവർ അംഗീകരിക്കുകയില്ല എന്ന സ്ഥിതിയിലായിരുന്നു. അവർ അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിച്ചു. അതിനടുത്ത ഞായറാഴ്ച ആരാധനയിൽ സംബന്ധിച്ച ഒരു വ്യക്തി ഇപ്രകാരം അഭിപ്രായപ്പെട്ടു: ആ ശുശ്രൂഷകൻ അന്ന് പ്രസംഗിച്ചതുപോലെ ഉന്നതമായൊരു പ്രസംഗം തൻ്റെ ആയുസ്സിൽ വേറെ ഒരിക്കലും പ്രസംഗിച്ച് കേട്ടിട്ടില്ല എന്ന്. ആ കമ്മിറ്റിക്കാർ യഥാർത്ഥ ശസ്ത്രക്രിയാ വിദഗ്ധന്മാരായിരുന്നു. അവർ ഒടിഞ്ഞ ഒരസ്ഥി നേരെയാക്കി. അവർ അദ്ദേഹത്തെ യഥാസ്ഥാനപ്പെടുത്തി.
ചില മനുഷ്യർ അദ്ദേഹത്തെ ശുശ്രൂഷയിൽ നിന്നും പുറത്താക്കുമായിരുന്നു. എന്നാൽ ഞാൻ ഈ പറഞ്ഞ കമ്മിറ്റിക്കാർ ആ പ്രസംഗകനെ തൻ്റെ സ്വന്തം കാലിന്മേൽ നിൽക്കുവാൻ സഹായിച്ചു. അതിനുശേഷം ദൈവം അദ്ദേഹത്തെ അത്ഭുതകരമായി ഉപയോഗിച്ചു. നമ്മുടെ ഇന്നത്തെ സാഹചര്യത്തിൽ ആകുന്നെങ്കിലോ, നിരന്തരമായി പാപത്തിൽ ജീവിക്കുന്നവരെ ചേർത്ത് കൊണ്ടുപോകണമെന്നല്ല. ഒരുത്തനൊരബദ്ധത്തിൽ വീണാൽ ആദ്യം ഇവിടെ നോട്ടീസ് അടിക്കും, പിന്നെ മൈക്ക് കെട്ടി നാട് മുഴുവൻ അറിയിക്കും. ഇത് ചെയ്യുന്നതോ ഇതിനേക്കാൾ വലിയ തെറ്റിൽ ജീവിക്കുന്നവൻ. ഇന്ന് ഒടിഞ്ഞത് നേരെയാക്കുവാനല്ല, നേരെയുള്ളത് ഒടിക്കുവാനാണ് ശ്രമിക്കുന്നത്. അഥവാ ഒടിഞ്ഞു കിടക്കുകയാണെങ്കിൽ ചവിട്ടി വീണ്ടും ഒടിക്കുമില്ലേ? ഇത് ചെയ്യുന്നവർ ആത്മികരല്ല എന്ന ഉപസംഹാരത്തിലെത്തി തൃപ്തിപ്പെടുകയല്ലാതെ മാർഗമൊന്നുമില്ല. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ആത്മികരായ നിങ്ങൾ അങ്ങനെയുള്ളവനെ സൗമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തുവീനെന്ന്. സൗമ്യതയുടെ ആത്മാവിൽ വേണം അങ്ങനെയുള്ളവരെ യഥാസ്ഥാനപ്പെടുത്തേണ്ടത് എന്ന് പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക. ആത്മികനായ ഒരു മനുഷ്യന് അവൻ്റെ ജീവിതത്തിൽ ആത്മാവിൻ്റെ ഫലമുണ്ടായിരിക്കും. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത. നിങ്ങൾ അവനെ സൗമ്യതയിൽ യഥാസ്ഥാനപ്പെടുത്തണം. എന്നിട്ട് പറയുന്നു, നീയും പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുക എന്ന്. ഓർക്കണം, താങ്കൾ മറ്റൊരാളിൽ ചൂണ്ടിക്കാണിക്കുന്ന തെറ്റ് താങ്കൾ ചെയ്യുവാൻ ഇടയില്ല എന്ന തെറ്റായ ധാരണയിൽ നടക്കരുത്. താങ്കളും അതേ തെറ്റിൽ വീഴുവാനിടയുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു തെറ്റ് ചെയ്തവനെ സൗമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തുക. നാം മറ്റുള്ളവരെ താങ്ങി നടത്തേണ്ടതുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തമാണ്. എന്തുകൊണ്ടോ ഇന്ന് ഒട്ടുമുക്കാലും വിശ്വാസികൾക്കിത് സാധിക്കുന്നില്ല. മറ്റൊരാളെ നാം സഹായിക്കേണ്ടതിന് പകരം, പ്രോത്സാഹിപ്പിക്കേണ്ടതിന് പകരം ആ ആളിൻ്റെ തെറ്റ് പെരുപ്പിച്ച് കാണിക്കുവാൻ, അത് എത്രയും അധികമാക്കി കാണിക്കുവാൻ നാം പലപ്പോഴും ഒരുങ്ങാറില്ലേ? തന്മൂലം ഒരാളെ നേടുന്നതിന് പകരം നാം നഷ്ടപ്പെടുത്തുകയാണ്. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഇന്ന് തന്നെ ഞങ്ങളെ വിളിച്ചറിയിക്കുക. വിളിക്കേണ്ട നമ്പർ 8281384455. ഇന്നത്തെ പ്രോഗ്രാം താങ്കൾക്ക് ഇഷ്ടപ്പെട്ടുവോ? എങ്കിൽ ഉടൻ തന്നെ ഞങ്ങൾക്കൊരു മിസ് കോൾ തരിക. അടുത്ത വിജയി ഒരുപക്ഷെ താങ്കളായിരിക്കാം. രണ്ടാം വാക്യത്തിൽ നാം വായിക്കുന്നു, തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമപ്പീൻ, ഇങ്ങനെ ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം നിവർത്തിപ്പീൻ. ഈ വാക്യവും 5-ാം വാക്യവും തമ്മിൽ വിപരീതത്വമുണ്ട് എന്ന് വാദിക്കുന്ന അനേകരുണ്ട്. ഒറ്റനോട്ടത്തിൽ അത് ശരിയാണെന്ന് തോന്നുകയും ചെയ്യും. എന്നാൽ ഒരു കാര്യം നാം ഓർക്കണം, ബൈബിളിൽ 11 വ്യത്യസ്ത ഗ്രീക്ക് പദങ്ങളാണ് ഭാരം എന്ന ഒരൊറ്റ വാക്കിന് നാം തർജ്ജിമ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം വ്യത്യസ്ത വിധത്തിലുള്ള ഭാരങ്ങളുണ്ട് എന്നത്രേ. മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാവുന്ന ചില ഭാരങ്ങളുണ്ട്. അതേസമയം മറ്റാരുമായും പങ്കുവയ്ക്കുവാൻ സാധ്യമല്ലാത്ത ഭാരങ്ങളുമുണ്ട്. ഈ വിശദീകരണം ലളിതമെങ്കിലും തൃപ്തികരമാണില്ലേ? ഭാരം സകല മനുഷ്യർക്കുമുള്ളതത്രേ. നമുക്കെല്ലാം ഭാരങ്ങളുണ്ട്. നമുക്കെല്ലാവർക്കും സമ്പത്തുണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ഉണ്ട് എന്ന് പറയുക പ്രയാസമാണ്. എന്നാൽ എല്ലാവർക്കും ഭാരം ഉണ്ടോ എന്ന് ചോദിച്ചാൽ പിടിപ്പതുണ്ട്. നമുക്കെല്ലാവർക്കും ആരോഗ്യമില്ല, എന്നാൽ ഭാരം എല്ലാവർക്കുമുണ്ട്. എല്ലാവർക്കും താലന്തുകൾ ഉണ്ടായി എന്ന് വരില്ല, എന്നാൽ എല്ലാവർക്കും ഭാരമുണ്ട്. നമ്മിൽ പലർക്കും ശരീരത്തിൽ എല്ലാ അവയവങ്ങളും ഉണ്ടെന്ന് പറയുക പ്രയാസമാണ്. എല്ലാവർക്കും കണ്ണ് കാണുവാൻ കഴിയുമോ? എല്ലാവർക്കും ചെവി കേൾക്കുവാൻ കഴിയുമോ? ചിലർക്ക് കൈയില്ല, മറ്റു ചിലർക്ക് കാലില്ല. എല്ലാവർക്കും സൗന്ദര്യവും ഉണ്ടായി എന്ന് വരില്ല. നമുക്കെല്ലാം ഒരേ രക്തമാണെന്ന് പറഞ്ഞേക്കാം, കണ്ടാൽ ഒരുപോലെ തോന്നും, എന്നാൽ എന്തെല്ലാം വ്യത്യാസങ്ങളാണ്. നമുക്കൊക്കെ പൊതുവായി അനേകം കാര്യങ്ങൾ കണ്ടെന്ന് വരില്ല, എന്നാൽ എല്ലാവർക്കും ഭാരമുണ്ട്. ഒന്നല്ലെങ്കിൽ വേറൊന്ന്. മനുഷ്യകുലത്തിന് പൊതുവായിട്ടുള്ള ഒന്നത്രേ ഭാരം. എന്നിരുന്നാലും നമുക്കെല്ലാവർക്കും ഒരേ ഭാരമല്ല.
നമുക്ക് വിഭിന്നങ്ങളായ ഭാരങ്ങളാണ്. പൗലോസ് ഈ ഭാഗത്ത് ചെയ്യുന്നത് മനുഷ്യന് പൊതുവായിട്ടുള്ള ഭാരങ്ങളെ 2 കൂട്ടമായി തിരിക്കുകയാണ്. നമുക്ക് പങ്കുവയ്ക്കുവാൻ സാധിക്കുന്ന ഭാരങ്ങളും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാൻ സാധിക്കാത്തതായ ഭാരങ്ങളും, അതായത് നാം തനിയെ ചുമക്കേണ്ട ഭാരങ്ങളും. ഗ്രീക്ക് ഭാഷയിൽ ഈ പദത്തിൻ്റെ അർത്ഥം 2-ാം വാക്യത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന പദത്തിൻ്റെ അർത്ഥം ഏതോ ഭാരമേറിയത് എന്നത്രേ. ഭാരത്തെക്കുറിച്ചും പകലിൻ്റെ ചൂടിനെക്കുറിച്ചും നമ്മുടെ കർത്താവ് സംസാരിച്ചപ്പോൾ മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ അവൻ ഉപയോഗിച്ചത് ഈ പദമാണ്. അപ്പോസ്തലപ്രവൃത്തികൾ 15-28 ഉപയോഗിച്ച പദവും ഇതത്രേ. 2 പേർ ചുമക്കുമ്പോൾ ഒരു ചുമട് വെറും പകുതി മാത്രമേ ഉള്ളൂ എന്ന് ആരോ പറഞ്ഞു. നമുക്ക് പങ്കുവെക്കുവാൻ കഴിയുന്ന ഭാരങ്ങൾ ഇന്നുണ്ട്. ഇവിടെ ഭാരമെന്നാൽ തെറ്റ്. ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയെങ്കിൽ അത് അവൻ്റെ ഭാരമാകുന്നു. അവനത് ചുമക്കുവാൻ താങ്കൾക്ക് അവനെ സഹായിക്കുവാൻ കഴിയും. അതിനെ കുറവെന്നോ ബലഹീനതയെന്നോ അറിവില്ലായ്മയെന്നോ സംഘർഷമെന്നോ സമ്മർദ്ദമെന്നോ ദുഃഖമെന്നോ ഒക്കെ പറയാവുന്നതാണ്. എന്നാൽ അതിൽ ആ വ്യക്തിയെ സഹായിക്കുവാൻ താങ്കൾക്ക് സാധിക്കും എന്ന് മറക്കരുത്. നമുക്കെല്ലാം തെറ്റുകളുണ്ട്. അതൊരു ഭാരവുമാകും. പലപ്പോഴും നാം വീഴാറുണ്ട്, മറ്റുള്ളവർ വീഴുന്നത് കാണാറുണ്ട്. ആത്മികരായ നിങ്ങൾ അങ്ങനെയുള്ളവനെ യഥാസ്ഥാനപ്പെടുത്തുക എന്നത്രേ പൗലോസ് പറയുന്നത്. ആത്മികരായ വ്യക്തികൾക്കുള്ള ഒരു ഉത്തരവാദിത്തമാണ് പൗലോസ് ഇവിടെ നൽകുന്നത്. താങ്കൾക്കും എനിക്കും പങ്കുവെക്കുവാൻ കഴിയുന്ന മറ്റൊരു ഭാരമുണ്ട്: സംഘർഷങ്ങൾ. താങ്കൾക്ക് സംഘർഷമുണ്ടാകുമ്പോൾ അത് കുറയ്ക്കുവാൻ ഒരു ഗുളിക കഴിക്കാവുന്നതാണ്. എന്നാൽ അത് വാസ്തവത്തിൽ താങ്കളുടെ പ്രശ്നം പരിഹരിക്കുകയില്ല. ചിലർ സംഘർഷം കുറയ്ക്കുവാൻ മദ്യത്തെയും മയക്കുമരുന്നുകളെയും ആശ്രയിക്കുന്നു. എന്നാൽ അതിൻ്റെ ലഹരി അടങ്ങുമ്പോൾ പിന്നെയും പഴയപടി. ചിലർ സംഘർഷം കുറയ്ക്കുവാൻ വിവിധങ്ങളായ വിനോദങ്ങളിൽ ഏർപ്പെടുന്നു. അതും താൽക്കാലികമെന്ന് മനസ്സിലാക്കുവാൻ അധികം സമയം വേണ്ടി വരുന്നില്ല. മനുഷ്യവർഗം മറ്റൊരിക്കലും അഭിമുഖീകരിച്ചിട്ടില്ലാത്തതുപോലെ സംഘർഷങ്ങളിലൂടെ പോകുന്ന ഒരു കാലമാകുന്നു നമ്മുടേത്. താങ്കളുടെ കാര്യം എനിക്കറിയില്ല, എന്നാൽ എനിക്ക് ചുറ്റും ഈ പ്രശ്നം തന്നെയാണ് കാണുന്നത്. നാം അന്യോന്യം ചുമക്കേണ്ട ഒരു ഭാരമാകുന്നു ഇത്. മറ്റുള്ളവരുടെ സംഘർഷം എന്താകുന്നു എന്ന് നാം മനസ്സിലാക്കണം. ആ കാര്യത്തിൽ അവരെ സഹായിക്കണം. നിങ്ങൾക്കും എനിക്കും പങ്കുവെക്കുവാൻ കഴിയുന്ന 3-മതൊരു ഭാരമുണ്ട്. അത് നാം പലപ്പോഴും കടന്നു പോകേണ്ടി വരുന്ന ദുഃഖമാണ്. ഏതെങ്കിലും ദുരന്തത്തിൻ്റെ ഭാരം, ദുഃഖത്തിൻ്റെ ഭാരം, നിരാശയുടെ ഭാരം, ഇതൊക്കെ മനുഷ്യരിൽ നിന്നും ഒഴിച്ചുകൂടാൻ പാടില്ലാത്തതാണ്. അങ്ങനൊന്ന് ഇതുവരെ താങ്കൾക്കുണ്ടായിട്ടില്ല എങ്കിൽ അതുണ്ടാകും എന്നുറപ്പാക്കിക്കൊള്ളുക. അത് വരുമ്പോൾ നമുക്ക് നമ്മോടൊപ്പം നിൽക്കുവാൻ ആരെയെങ്കിലും ആവശ്യമാണ്. ഒരു സ്നേഹിതനെ ആവശ്യമാണ്. ഇയ്യോബിൻ്റെ 3 സ്നേഹിതരെ അവരുടെ സംസാരത്തിൽ നാം വിമർശിക്കുമെങ്കിലും അവർ ആദ്യത്തെ 7 ദിവസം അവനോടൊപ്പം ഇരുന്നു അവൻ്റെ ദുഃഖത്തിൽ പങ്കുചേർന്നതായി നാം കാണുന്നു. ആരോ പറഞ്ഞു, ആരും പഠിപ്പിക്കാതെ ഒന്നും അറിയാത്തതും ഒന്നും പഠിക്കുവാൻ കഴിവില്ലാത്തവനുമാണ് മനുഷ്യനെന്ന്. ആരും പഠിപ്പിക്കാതെ ഒന്നും അറിയാത്തതും ഒന്നും പഠിക്കുവാൻ കഴിവില്ലാത്തവനുമാണ് മനുഷ്യനെന്ന്. സംസാരിക്കുവാനും നടക്കുവാനും ഭക്ഷിക്കുവാനും എല്ലാം അവനെ പഠിപ്പിക്കണം. സ്വാഭാവികമായി കരയുവാനല്ലാതെ ചുരുക്കത്തിൽ മനുഷ്യന് മറ്റൊരു കഴിയുമില്ല, ഇല്ലേ? ഈ ലോകത്തിലേക്ക് വരുമ്പോൾ നിങ്ങളും ഞാനും ചെയ്യുന്ന ഒരേ ഒരു കാര്യം കരയുക മാത്രമാണ്. നാം ഒരു കരച്ചിലോടെ ഈ ലോകത്തിലേക്ക് വരുന്നു. നമുക്ക് ആശ്വസിപ്പിക്കൽ ആവശ്യമാണ്. ശപിക്കപ്പെട്ട ഈ ലോകത്തിൽ നാം ജനിച്ചു എന്നതിനാൽ ആരംഭം മുതൽ ജീവിതത്തിലുടനീളവും നമുക്ക് ആശ്വാസം ആവശ്യമാണ്. നീ എന്നെ ആശ്വസിപ്പിച്ചുവല്ലോ എന്ന് രൂത്ത് ബോവസിനോട് പറഞ്ഞു. അവൾ ഒരു പരദേശിയായിരുന്നു, അന്യജാതിക്കാരത്തി. അവളെ വെളിയിൽ മാത്രം നിൽക്കുവാനേ അനുവദിക്കുമായിരുന്നുള്ളൂ. എന്നാൽ അവളുടെ ജീവിതത്തിലേക്ക് ഒരാൾ വന്നു. അവൻ അവളിൽ താല്പര്യം കാണിച്ചു. എന്നിട്ട് അവളോട് ദയ കാണിച്ചു. മറിയ ഒരു വെൺകൽ ഭരണി പരിമള തൈലം പൊട്ടിച്ച് യേശുവിന്മേൽ പൂശി. യേശുവിൻ്റെ ക്രൂശീകരണത്തിന് തൊട്ടു മുൻപാണ് അവളത് ചെയ്തത്. കാരണം എന്താണ് സംഭവിക്കുവാൻ പോകുന്നതെന്ന് അവൾ ഗ്രഹിച്ചിരുന്നു.
എന്താണ് സംഭവിക്കുവാൻ പോകുന്നതെന്ന് മറ്റാരും മനസ്സിലാക്കി എന്ന് തോന്നുന്നില്ല. എന്നാൽ അവൾ മനസ്സിലാക്കി. യേശു പറഞ്ഞു, അവളെ വിടൂ. അവൾ ഈ തൈലം എൻ്റെ ദേഹത്തിന്മേൽ ഒഴിച്ചത് എൻ്റെ ശവസംസ്കാരത്തിനായി ചെയ്തതാകുന്നു. മത്തായിയുടെ സുവിശേഷം 26-12 അവൾ മാത്രമേ അവൻ്റെ കഷ്ടപ്പാടുകളിൽ പങ്കുചേർന്നുള്ളൂ എന്നോർക്കണം. തുടർന്നവൻ പറഞ്ഞു, ലോകത്തിലെങ്ങും ഈ സുവിശേഷം പ്രസംഗിക്കുന്നിടത്തെല്ലാം അവൾ ചെയ്തതും അവളുടെ ഓർമ്മയ്ക്കായി പ്രസ്താവിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. മത്തായിയുടെ സുവിശേഷം 26-13 ആ തൈലത്തിൻ്റെ വാസന ലോകമെങ്ങും നിറഞ്ഞു. ദുഃഖം നിങ്ങൾക്ക് പങ്കുവെക്കുവാൻ കഴിയുന്ന ഒരു ഭാരമാണ്. നിങ്ങളുടെ ദുഃഖത്തിൽ നിങ്ങളോടൊപ്പം പങ്കുചേരുവാൻ വരുന്നവരുണ്ട്. അധികമൊന്നും സഹായിക്കുവാൻ കഴിയില്ല എങ്കിൽ തന്നെ സഹതാപപൂർവം ഒരു വാക്ക് പറയുന്നത് തന്നെ എത്ര ആശ്വാസകരമാണില്ലേ? താങ്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളുകൾ ഉണ്ടെന്നറിയുന്നത് എത്ര ആശ്വാസകരമാണ്. എന്നെ എൻ്റെ ശുശ്രൂഷയിൽ ധൈര്യത്തോടെ നിർത്തുന്നത് ഇങ്ങനെയുള്ള അനേകം ദൈവമക്കളാണ്. ഭാരങ്ങളെ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഇന്നത്തെ പഠനം നിങ്ങൾക്ക് പ്രയോജനകരമായിരുന്നു എന്ന് വിശ്വസിക്കട്ടെ. തീർച്ചയായും മറ്റുള്ളവരുടെ ഭാരങ്ങളെ പങ്കുവയ്ക്കുവാൻ, നമ്മുടെ ഭാരങ്ങളെ മറ്റുള്ളവരുമായി പങ്കിടുവാൻ നമുക്ക് സാധിക്കണം. അതിനായി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ, നിങ്ങളെ ശക്തീകരിക്കട്ടെ. നമുക്ക് വീണ്ടും കാണാം.